കല്യാണി പ്രിയദർശൻ്റെയും സഹോദരൻ സിദ്ധാർത്ഥിൻ്റെയും സ്വകാര്യ വിശേഷങ്ങൾ പങ്കുവച്ച് ആലപ്പി അഷ്റഫ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു വളരാൻ കല്യാണിയെയും സിദ്ധാർത്ഥിനെയും പ്രിയദർശനും ലിസിയും ചേർന്ന് ചെറുപ്പത്തിൽ കുറച്ചുകാലം ഒരു അനാഥാലയത്തിൽ താമസിപ്പിച്ചിരുന്നതായി ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തി. കല്യാണിയും പ്രണവും പ്രണയത്തിലാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യവും അഷ്റഫ് പങ്കുവച്ചു. സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ആലപ്പി അഷ്റഫിൻ്റെ വെളിപ്പെടുത്തൽ. ആലപ്പി അഷ്റഫിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജീവിത മുഹൂർത്തങ്ങൾ ഓരോന്നും ഭാവിയെ നേടാനുള്ള മരുന്നാണ്. ഇവിടെ കല്യാണി പ്രിയദർശൻ്റെ ജീവിത വീക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാണ്. കല്യാണി പ്രിയദർശൻ്റെയും സഹോദരൻ സിദ്ധാർത്ഥിൻ്റെയും ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ലിസി പ്രിയദർശൻ ദമ്പതികളുടെ കുട്ടികളാണല്ലോ കല്യാണി എന്ന അമ്മുവും സിദ്ധാർത്ഥ് എന്ന ചന്തുവും. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഈ രണ്ടു കുട്ടികളെയും അവർ വളർത്തിക്കൊണ്ടുവന്നത് ആർഭാടത്തിന്റെ രീതിയിൽ അല്ലായിരുന്നു. സമ്പന്നതയുടെ നടുവിലാണെങ്കിലും അതുമാത്രമല്ല ജീവിതമെന്നും അശരണയുടെയും നിലാംബരയുടെയും മറ്റൊരു ലോകം ഇവിടെ ഉണ്ടെന്നും ആ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെയാണ്. രണ്ടുപേർക്കും തിരിച്ചറിവുണ്ടായതിനു ശേഷം രണ്ടുപേരെയും ഒരാഴ്ചയോളം ഒരു അനാഥാലയത്തിൽ പാർപ്പിക്കുന്നു. അവിടെയുള്ള അനാഥ കുട്ടികളോടൊപ്പം അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുചേർന്ന് അവരോടൊപ്പം ഉണ്ടുമുറങ്ങിയും അവിടെ കഴിയുന്നു. പ്രീൻ അതിനായി തിരഞ്ഞെടുത്ത സ്ഥലം വിയറ്റ്നാമിലെ ദരിദ്ര പ്രദേശത്തുള്ള ഒരു അനാഥാലയമായിരുന്നു. ബാല്യകാലത്ത് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ലഭിച്ചുകൊണ്ടിരിക്കവേ സന്തോഷവും സംതൃപ്തിയും മാത്രമുള്ള ഒരു ലോകത്തു നിന്ന് ഇവിടെ വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി: ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹങ്ങളും പരിലാളനങ്ങളും ലഭിക്കാത്ത ബാല്യങ്ങളും ഉള്ളതാണ് ഈ ലോകമെന്ന്. കുഞ്ഞുനാളിലെ അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങൾ കണ്ടുകൊണ്ടാകണം ഷർട്ടൊക്കെ കീറിയാലും ഒരു ആക്ഷേപവുമില്ലാതെ അവൻ അത് ഇട്ടുകൊണ്ട് നടക്കുമെന്ന് ലിസി പറയുന്നു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഗുണമാണ് അവരുടെ മാതാപിതാക്കൾ പരസ്പരം വേർപിരിഞ്ഞിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചത്. അതൊരു വിധത്തിലും അവരെ തളർത്തിയതുമില്ല. കാരണം ലോകത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ലിസിയും പ്രിയനും വേർപിരിഞ്ഞൽ എങ്കിലും പരസ്പരം ചളി വാരി എറിഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തി വെക്കാത്തത് കാരണം ഇപ്പോഴും അവർ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹപരിപാലനങ്ങളിൽ കഴിയുന്നു. അമ്മുവിൻ്റെ അനുജൻ ചന്തു അമേരിക്കയിൽ നിന്ന് ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിൽ ബിരുദം നേടി. എന്നാൽ പിന്നീട് ചന്തു സ്പെഷ്യൽ എഫക്റ്റ് പ്രൊഫഷനായി തിരഞ്ഞെടുത്തു. ഇന്ന് പ്രിയൻ്റെ 4 ഫ്രെയിംസ് എന്ന സ്റ്റുഡിയോ നോക്കി നടത്തുന്നത് ചന്തുവാണ്. അമേരിക്കയിലെ പഠനകാലത്ത് അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി ചന്തു പ്രണയത്തിലാകുന്നു. ആ അമേരിക്കക്കാരിയുടെ പേരാണ് മെരൻ. ജാതി മതം രാജ്യം ഇതിനൊക്കെ മുകളിലാണ് മനുഷ്യ സ്നേഹം എന്ന് ചിന്തിച്ചത് കൊണ്ടാകണം ചന്തു ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. തൻ്റെ ഈ തീരുമാനം ചന്തു അമ്മയെ അറിയിക്കുന്നു. എന്നാൽ ലിസി തൻ്റെ മകനോട് പറയുന്നു: അവിടുത്തെ സാഹചര്യത്തിൽ വളർന്ന കുട്ടി, ഈ നാട് പോലും അവൾ കണ്ടിട്ടില്ല. നീ നാട്ടിൽ ജീവിക്കേണ്ടവനായതുകൊണ്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എനിക്കറിയില്ല. കാരണം മറ്റൊരു സംസ്കാരത്തിലും ജീവിത സാഹചര്യത്തിലും വളർന്ന ആ കുട്ടി എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് ലിസിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് തൻ്റെ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ സിദ്ധാർത്ഥ് തയ്യാറല്ലായിരുന്നു. അപ്പോഴേക്ക് ലിസി ഒരു നിബന്ധന വെച്ചു: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ നാട്ടിൽ വന്ന് 1 വർഷം ഒന്നിച്ച് താമസിക്കണം. ആ ജീവിതം കുഴപ്പമില്ല എന്നും തൃപ്തികരമാണെന്നും തനിക്ക് തോന്നിയാൽ ഉറപ്പായും ഞാൻ വിവാഹം നടത്തിത്തരാം. അതായിരുന്നു നിബന്ധന. ലിസി പറയുന്നു: എൻ്റെ അഷ്റഫ് ഖാൻ ഇത് കേൾക്കേണ്ട താമസം തൊട്ടടുത്ത ആഴ്ച തന്നെ രണ്ടുപേരും ഇവിടെ എത്തി താമസവും അങ്ങ് തുടങ്ങി. അവരുടെ ഒന്നിച്ചുള്ള ആ ജീവിതം സ്വസ്ഥതയും സമാധാനവും ആനന്ദവും നിറഞ്ഞതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. 1 വർഷമാകുന്നതൊന്നും ഞാൻ ഓർമ്മിച്ചില്ല. അവൻ തന്നെ എന്നോട് വന്ന് പറയുന്നു: അമ്മ പറഞ്ഞ ആ കാലയളവ് 1 വർഷം തികയാൻ ഇനി 2 ആഴ്ച കൂടെ ബാക്കിയുള്ളൂ. അമ്മ വാക്ക് പാലിക്കണം. അങ്ങനെ 1 വർഷം തികഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ വിവാഹം ഭംഗിയായി നടത്തി കൊടുത്തു. ഇപ്പോൾ അവനൊരു കുട്ടിയുണ്ട്. അവനൊരു 2 പട്ടികളെയും ഓം വെച്ച് വളർത്തുന്നു. അങ്ങനെ കുട്ടിയും പട്ടിയും കൊണ്ടാട്ടിയുമായി ചന്ത സന്തോഷത്തോടെ കഴിയുന്നു. ഇനി കല്യാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞിലെ മുതൽ തന്നെ സ്വന്തമായി പണം ഉണ്ടാക്കി ജീവിക്കണമെന്ന ആഗ്രഹമാണ് അവർക്കുണ്ടായിരുന്നത്. വിദേശത്തെ ആർക്കിടെക്ട് ബിരുദം നേടിയപ്പോൾ സിനിമയിലെ ആർട്ട് വർക്കിൽ താല്പര്യമുണ്ടായി. അങ്ങനെ ആർട്ട് ഡയറക്ടർ സാബു സിറിൽ വഴി നയൻതാരയും വിക്രമവും നായികനായകന്മാരായി അഭിനയിച്ച ഇരുമുഖം എന്ന ചിത്രത്തിൽ ആർട്ട് ആർട്ടിസ്റ്റായി അമ്മ ജോയിൻ ചെയ്തു. അമ്മുവിനെ അവിടെ വെച്ച് കണ്ടവർക്കെല്ലാം ഒരു ചോദ്യമേ ഉള്ളൂ: സിനിമയിൽ അഭിനയിച്ചു കൂടെ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എവിടെ ചെന്നാൽ ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ കേൾക്കുക. അങ്ങനെ നാഗാർജുനൻ്റെ തെലുങ്ക് ചിത്രമായ ഹലോയിൽ നാഗാർജുനൻ്റെ മകനെ നായികയായി അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് തമിഴ് ശിവകാർത്തികേയനോടൊപ്പം ഹീറോ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. അപ്പോഴേക്കും സത്യനന്ദകാടിന് മകൻ അനൂപ് സംവിധാനം ചെയ്യുന്ന വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലേക്ക് വിളിവന്നു. ദുൽഖറിന് നായികയായി അതായിരുന്നു മലയാളത്തിലെ തുടക്കം. അതൊരു നല്ല തുടക്കവും ആയിരുന്നു.